അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശുദ്ധ റമദാൻ ആദ്യ 10 പിന്നിടുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഒരു 10 ദിവസം നമ്മുടെ ജീവിതം സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമായോ എന്ന് നാം തിരിഞ്ഞു നോക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും പാപമോചനം തേടാനും സ്വർഗം നേടാനും വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല, ഓരോ ദിവസം രാത്രിയിലും ഓരോ രാവിലും റമദാനിൻ്റെ രാവുകളിൽ നരകമോചിതരാകുന്ന ആളുകളുണ്ട്. നരകത്തിനർഹരായ ആളുകൾ അവരുടെ പാപമോചനം കൊണ്ട്, നോമ്പുകൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ നരകത്തിൽ നിന്ന് മോചിതരായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ രൂപത്തിൽ നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടാൻ വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ആമീൻ. നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല മരണങ്ങളെ, അതിൻ്റെ ലക്ഷണങ്ങളെ സംബന്ധിച്ചാണ്. 5-6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവസാനമായി നമ്മൾ ഷഹാദത്താണ് നമ്മൾ പറഞ്ഞത്. ഈ ഷഹാദത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, അത് നമ്മൾ ആഗ്രഹിക്കണമെന്നാണ്. ആഗ്രഹിച്ചാൽ നമ്മുടെ മരണം സംഭവിക്കുന്നത് നമ്മുടെ കട്ടിലിൽ കിടന്നിട്ടാണ് എങ്കിലും, സാധാരണ ഒരു നോർമൽ രൂപത്തിലുള്ള മരണമാണ് എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നാം എന്തായാലും ഒരു നല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു മരണം, ഒരു ഷഹീദായ മരണം ആഗ്രഹിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅലല്ലാഹ ഷഹാദ, ആരെങ്കിലും അള്ളാഹുവിനോട് ഒരാൾ ഷഹാദത്ത് ചോദിക്കുകയാണ് എങ്കിൽ, ബിസിദ്ഖിൻ, സത്യസന്ധമായി ആത്മാർത്ഥമായിട്ടാണ് അവൻ ചോദിക്കുന്നത് എങ്കിൽ, ബലഗഹുല്ലാഹു മനാസില ശുഹദാ, അവന് ഷഹീദുകളുടെ സ്ഥാനത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും. വ ഇമ്മാത അലാ ഫിറാഷിഹി, അവൻ അവന്റെ ബെഡിൽ കിടന്ന്, അവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചവനാണ് എങ്കിലും ശരി, അള്ളാഹു അവന്റെ പദവി അവിടേക്ക് ഉയർത്തി കൊടുക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം ആത്മാർത്ഥമായി അതിനൊക്കെ ആഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതേപോലെ തന്നെ നാം പ്രത്യേകമായി ആഗ്രഹിക്കേണ്ടതല്ലാത്ത, എന്നാൽ നാം അങ്ങനത്തെ ഒരു മരണമാണ് നമുക്ക് വരുന്നത് എങ്കിൽ അതൊരു സന്തോഷവാർത്തയായി നാം എടുക്കേണ്ടുന്ന ചില മരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന ഒരു മരണം അത് ഇന്ന അസുഖങ്ങൾ ബാധിച്ചിട്ടാണ്. നാം ഒരിക്കലും അങ്ങനത്തെ ഒരു അസുഖം നമുക്ക് ഉണ്ടാകണേ, അങ്ങനെ മരിക്കണേ എന്ന് ആഗ്രഹിക്കരുത്. എന്നാൽ അങ്ങനത്തെ ഒരു മരണം ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ മരണം ഒരു നല്ല മരണമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് പ്ലേഗ് ബാധിച്ചുകൊണ്ട് മരണപ്പെടുക എന്ന് പറയുന്നത്. പ്ലേഗ് ബാധിച്ച് മരിക്കുന്നത് അത്താഊനു ഷഹാദത്തുൽ ലികുല്ലി മുസ്ലിം, ഒരു മുസ്ലിമിന് ഷഹാദത്താണത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്ലേഗ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് ശിക്ഷയായിട്ട് അള്ളാഹു ഇറക്കും. ഫജഅലഹുല്ലാഹു റഹ്മത്തൽ ലിൽ മുഅ്മിനീൻ, അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് അതൊരു കാരുണ്യവുമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരം മരണങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞത്. അത് അവിടെയുള്ള ആളുകൾക്കൊരു ശിക്ഷ തന്നെയാണ്. എന്നാൽ അതിൽ ഉൾപ്പെടുന്ന മുഅ്മിനീങ്ങൾക്കോ അതൊരു റഹ്മത്തായിട്ട് അള്ളാഹു മാറ്റും. ഫലൈസ മിൻ അബ്ദിൻ യഖഉ തഊനു ഫയംകുസു ഫീ ബലദിഹി സ്വാബിറൻ യഅലമു അന്നഹു ലൻ യുസീബഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു ഇല്ലാ കാന ലഹു മിസ്ല അജ്രി ഷഹീദ്. ഒരു മനുഷ്യൻ, അവന് അള്ളാഹു എനിക്ക് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഇവിടെ സംഭവിക്കുകയുള്ളൂ, അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തൻ്റെ നാട്ടിൽ പ്ലേഗ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ പ്ലേഗ് ഉള്ള നാട്ടിൽ തന്നെ താമസിച്ചാൽ, അവിടുന്ന് പുറത്തു പോകാതെ അവിടെ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ
അവൻ അങ്ങനെ മരിക്കുകയാണ് എങ്കിൽ അള്ളാഹു അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ ഒരു മര്യാദ കൂടിയാണ്. ഇവിടെ പ്ലേഗ് ബാധിച്ചു എന്നറിഞ്ഞാൽ അവിടെ നിന്ന് ഒരാളും അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടേക്ക് ഒരാളും അങ്ങോട്ടും ചെല്ലാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് പരലോകത്ത് വരുന്ന സമയത്ത് അവർക്കുള്ള പ്രതിഫലം ഇസ്ലാം പഠിപ്പിച്ചത് അവർ ഷഹീദുകളുടെ കൂടെ ഷഹീദുകളോടൊപ്പം അവർ വരുമെന്നാണ്. എന്നിട്ട് ഞങ്ങളും ഷഹീദാണ് എന്ന് അവകാശപ്പെടും. അപ്പോൾ എന്താണ് ഷഹീദിന്റെ തെളിവ്? ഷഹീദിന്റെ തെളിവ് അവരുടെ രക്തം ഒലിച്ചുകൊണ്ടാണ് വരിക എന്നും ആ രക്തം ഒലിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിന് കസ്തൂരിയുടെ മണമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുമൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവരുടെ ഈ വ്രണങ്ങളിൽ നിന്ന്, പ്ലേഗ് ബാധിച്ച് ശരീരത്തിൽ വ്രണങ്ങളായി മുറിവുകളായിട്ട് നിൽക്കുന്നതിൽ നിന്ന് ഇതേ രൂപത്തിൽ രക്തം ഒലിക്കുകയും അവരുടെ കസ്തൂരിയുടെ പരിമളം, സുഗന്ധം പരക്കുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്ലേഗ് ആയിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ദുർമരണമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അങ്ങനെ ഒരു മരണം, ഒരു വിശ്വാസിയുടെ മരണം, ഈ പറയുന്നതൊക്കെ വിശ്വാസികൾക്ക് മാത്രമാണ് കേട്ടോ. വെള്ളിയാഴ്ച ഒരാൾ ഒരു കാഫിർ മരിച്ചു എന്നതുകൊണ്ട് അവൻ സ്വർഗത്ത് കടക്കൂല, അവൻ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാണ് എന്ന് പറയില്ല, ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്ന് ഒഴിവാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനിന് അങ്ങനത്തെ ഒരു രോഗം വന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനത്തെ ഒരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അതൊരു നല്ല മരണമായിട്ടാണ് കാണേണ്ടുന്നത്. അതേപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം, ഉദരരോഗം ബാധിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വയറിനെ ബാധിക്കുന്ന എന്തെങ്കിലും, അത് ക്യാൻസർ ആകാം, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വയറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എങ്കിൽ അതുകൊണ്ട് മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സംഭവം കാണാൻ കഴിയും. അബ്ദുല്ലാഹിബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കുന്തു ജാലിസൻ വസുലൈമാൻ ബിൻ യസാർ വസുലൈമാൻ ബിൻ സുറദ് വഖാലിദ് ബിൻ അർഫത, ഈ രണ്ട് സഹാബിമാർ, ഇവർ രണ്ടുപേരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടു. ഒരാൾ മരിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോ, മരിച്ചത് ഉദരരോഗത്താലാണ് എന്ന വിവരം അറിഞ്ഞപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, അവർക്ക് ആ മരണത്തില് അവിടെ ഒന്ന് പോകണം, ഒന്ന് സന്ദർശിക്കണം, അത് മയ്യത്തൊന്ന് കാണണം, നിസ്കരിക്കണം, ആ മയ്യത്തൊന്ന് മയ്യത്തിന് വേണ്ടി ഒന്ന് നമസ്കരിക്കണം എന്നൊരു തോന്നല് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്തപ്പോ ആ മയ്യത്തിന് ഒന്ന് കാണണമെന്ന് പ്രത്യേകമായി പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഷഹീദാണ് എന്നുള്ളത്. അതുകൊണ്ട് ഒരു ഷഹീദിന്റെ മയ്യത്തിൽ, അതിന്റെ മയ്യത്ത് കബറടക്കത്തിൽ പങ്കെടുക്കുക എന്നതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മരണം ഷഹാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നല്ല മരണമാണ്. ഇനി ഒരു 5-6 കാര്യങ്ങൾ ഒരുമിച്ച് ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. മുങ്ങി മരിക്കുക എന്ന് പറയുന്നത്, അതേപോലെ തന്നെ കെട്ടിടങ്ങളോ മറ്റോ തകർന്നുകൊണ്ട് അതിനടിയിൽപ്പെട്ട് മരണപ്പെടുക എന്ന് പറയുന്നത്, സ്ത്രീകൾ ഗർഭിണിയായിരിക്കെ മരണപ്പെടുക അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെടുക എന്ന് പറയുന്നത്, ഈ മരണങ്ങളൊക്കെ, അതേപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെട്ട് പ്രയാസപ്പെട്ട് മരണപ്പെടുക എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പൊള്ളലേറ്റ് മരിക്കുക എന്ന് പറയുന്നത്, പിന്നെ പക്ഷാഘാതം വന്നിട്ട് സ്ട്രോക്ക് വന്നിട്ട് മരണപ്പെടുക എന്ന് പറയുന്നത്, ഈ പറയുന്ന മരണങ്ങളൊക്കെ നല്ല മരണങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയതാണ്. ആ മരണങ്ങൾ നല്ല മരണങ്ങളായിട്ട് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖരീഖു ഷഹീദുൻ, അതേപോലെ തന്നെ സാഹിബു ദാത്തിൽ ജംബ് ഷഹീദുൻ, വൽ ഹരീഖു വൽ ഹർഖു ഷഹീദുൻ, വല്ലദി യമൂതു തഹ്തൽ ഹദ്മി ഷഹീദുൻ, വൽ മർഅതു തമൂതു ബിജംഇൻ ഷഹീദത്തുൻ, വസല്ലു ഷഹാദത്തുൻ. ദാഉസ്സുല്ല് എന്ന് പറയുന്നത് നമ്മുടെ പക്ഷാഘാതമാണ്, തളർന്ന് കിടക്കുന്ന രോഗം. ആ രൂപത്തിലുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഷഹാദത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ ഒരു നല്ല മരണമായിട്ട്, ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. എന്നാൽ അങ്ങനെയാണ് മരിക്കുന്നത് എങ്കിൽ ആ മരണം ഒരു ശുഭലക്ഷണമായിട്ട്, ഒരു നല്ല മരണമായി, ഒരു മുഅ്മിനാണ് അങ്ങനെ മരിക്കുകയാണെങ്കിൽ ശുഭലക്ഷണമായിട്ട് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ദീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരാൾ മരണപ്പെടുകയാണ്,
സ്വന്തം ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരാൾ മരണപ്പെടുകയാണ്. കുടുംബത്തെ സംരക്ഷിക്കാൻ, അഭിമാനം സംരക്ഷിക്കാൻ, തൻ്റെ മക്കളെ, തൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മരണപ്പെടുകയാണ്. തൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ മരണപ്പെടുകയാണ്. ഇതെല്ലാം ഷഹാദത്താണ് എന്ന്, ഇതെല്ലാം നല്ല മരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദുൻ വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദുൻ. സ്വന്തം ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവനെ പ്രതിരോധിക്കുമ്പോൾ, അതേപോലെ തന്നെ മക്കളെ, കുടുംബത്തെ ആക്രമിക്കാൻ വന്നവരെ പ്രതിരോധിക്കുമ്പോൾ, സ്വത്ത് തട്ടിയെടുക്കാൻ വരുന്ന ആളുകളെ പ്രതിരോധിക്കുന്ന സന്ദർഭത്തിൽ അവനവന്റെ ദീനിനു വേണ്ടി ആ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ശുഭലക്ഷണമായി അവസാനമായി കൊണ്ട് ഒരു നല്ല മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടുന്ന ഒരു മരണം, നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടുന്ന ഒരു നല്ല മരണം, അതാണ് ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് മരണപ്പെടുക എന്ന് പറയുന്നത്. ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് മരണപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ് അങ്ങനെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. ഒമൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആ മരണം നോമ്പുകാരനായിക്കൊണ്ട് അല്ലെങ്കിൽ നോമ്പ് തുറന്നുകൊണ്ട് ഒക്കെയാണ് അവൻ മരിക്കുന്നത് എങ്കിൽ അവൻ അതോടുകൂടി സ്വർഗത്തിൽ പ്രവേശിച്ചു. അതേപോലെ തന്നെ 2 റക്അത്ത് നമസ്കരിച്ച്, 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞ് അങ്ങനെ നമസ്കരിച്ചുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ, നമസ്കാരത്തിലൊക്കെ മരിക്കുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇങ്ങനെ ഒരു സൽക്കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഅമലഹു, അവനെ അധ്വാനിപ്പിക്കുന്ന. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് അത് ഇസ്തഅമലഹു എന്ന് പറഞ്ഞാൽ, അധ്വാനിപ്പിക്കുന്നു പറഞ്ഞാൽ? അപ്പോൾ പറഞ്ഞു, ഒരു നല്ല സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. ആ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞ ഉടനെ അവനെ അള്ളാഹു അങ്ങോട്ട് മരിപ്പിക്കും. അതൊരു നല്ല മരണമാണ്. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ആശിക്കണം. അതൊരു നല്ല ശുഭലക്ഷണമാണ്. ഒരാൾ നമസ്കാരത്തിലായിക്കെ മരണപ്പെട്ടു എന്നും, അതേപോലെ തന്നെ നോമ്പ് റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ മരണപ്പെട്ടു, അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അതൊരു ശുഭലക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടുന്നത്. സ്വതക്ക കൊടുത്തുകൊണ്ട് മരണപ്പെടുന്ന ഒരു വ്യക്തി, അതൊരു ശുഭലക്ഷണമായിട്ടാണ് കാണേണ്ടുന്നത്. അങ്ങനെ വല്ലതും വസിയ്യത്ത് ചെയ്തു വെച്ചുകൊണ്ട് മരണപ്പെടുന്നത്, അതൊരു ശുഭലക്ഷണമായിട്ട് നമ്മൾ കാണണം. അങ്ങനത്തെ ഒരു നല്ല മരണം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യണം. നല്ല മരണങ്ങൾ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അത് ഒരു ശുഭലക്ഷണമായി കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു